മോഹൻ വർഗീസ്, ഇന്നിപ്പോൾ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാറി മാറി ഇടുന്ന തരൂരിനെയാണ് കണ്ടത്. ആദ്യം KPCC പുറത്തിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നു, പിന്നീട് അതിൽ നരഭോജി പ്രയോഗമുണ്ട്, പിന്നീട് തൻ്റെതായ ഒരു പോസ്റ്റ് മാറ്റിയിടുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തരൂർ എന്ന ഒരു തന്ത്രജ്ഞൻ നയതന്ത്ര ചാരുതയോടുകൂടി തന്നെ ഒരു ഗ്രേറ്റ് ബാലൻസിങ് ആക്ട് നടത്തിയിരിക്കുന്നു. ഇവിടെ ഒരു വശം സ്ട്രോങ് ആകുന്നു എന്ന് കണ്ടപ്പോൾ ആ ഒരു വശം ഒന്ന് ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും വധം അതിൻ്റെ 5ാം വാർഷികമാണ്, ഫെബ്രുവരി മാസം 17-ാം തീയതി. അതുകൊണ്ട് KPCCയുടെ വെബ്സൈറ്റിൽ നിന്നും ഒരു പോസ്റ്റ് എടുത്ത് അത് അതുപോലെ ഷെയർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അതിലെ ഒരു ചെറിയ അപകടം അദ്ദേഹം മണത്തത്. അതുകൊണ്ട് അതിനെ ഒന്ന് മയപ്പെടുത്തി അത് പിൻവലിച്ചതിന് ശേഷം കുറച്ചുകൂടി മയമായ രീതിയിൽ അത് ഇടുകയാണ്. ഇതെല്ലാം തരൂർ മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിയേക്കാൾ ഉയരത്തിൽ വളരുന്ന തരൂർ എന്ന ഇമേജ് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊരു അജണ്ട ഉണ്ടാകാം. തരൂർ എന്ത് കൽപ്പിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്? കഴിഞ്ഞ 4 ദിവസമായി തരൂരിന് നേരെയാണ് എല്ലാ ക്യാമറ കണ്ണുകളും. കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ തരൂരിൻ്റെ നേരെയാണ്. അത് ഒന്ന്, ഈ ബാലൻസിങ് ആക്ടിൻ്റെ ഭാഗമായി ആദ്യം വിദേശനയം, ഇന്ത്യയുടെ വിദേശനയം, അത് ഭരണപക്ഷത്തിൻ്റേതല്ല, പ്രതിപക്ഷത്തിൻ്റേതല്ല, ഇന്ത്യയുടേതാണ്. അതുകൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ വരാൻ സാധ്യതയുള്ള മെച്ചപ്പെട്ട ഒരു ട്രാക്ക്, ഇതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായി തരൂർ പറയുന്നു. തൊട്ടടുത്ത ദിവസം 24 മണിക്കൂറിനുള്ളിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിളിലൂടെ വ്യക്തമായി ഇക്കോണമിയുടെ ഒരു ഭാഗം, ട്രേഡിൻ്റെ ഒരു ഭാഗം, അതായത് പുതിയ സ്റ്റാർട്ടപ്പുകൾ, ആ സ്റ്റാർട്ടപ്പുകൾ സംസ്കാരം കേരളത്തിൽ പച്ച പിടിച്ചു വരുന്നു. അതിന് ഇടതുപക്ഷം കൈത്താങ്ങ് നൽകുന്നു. സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് അതാണ്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന കാര്യങ്ങളാണ് എന്ന് ഒറ്റ കാര്യം മാത്രം, ഇതൊരു ഫീലറാണ്, ഒരു കാര്യം മാത്രം ഇക്കോണമിയെക്കുറിച്ച് മൊത്തത്തിൽ തരൂർ പറയുന്നില്ല. ഇൻഡസ്ട്രി സെക്ടറിനെ കുറിച്ച് മൊത്തത്തിലല്ല പറയുന്നത്, ധനകാര്യസ്ഥിതിയെക്കുറിച്ചല്ല പറയുന്നത്, ഫിസ്ക്കൽ മാനേജ്മെന്റിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഒരു നിക്ഷേപ അനുകൂല അന്തരീക്ഷം ഉണ്ടാകുന്നു. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നു, ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതുണ്ടാകുന്നില്ല എന്ന രീതിയിൽ ഒരു നല്ല നയതന്ത്ര ചാരുതയോടുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോഴിതാ അത് പുലിവാലാകുന്നു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരൊറ്റ നേതാവ് പോലും കേരളത്തിൽ അതിനെ എൻഡോഴ്സ് ചെയ്ത് കണ്ടില്ല. ദേശീയ നേതൃത്വം ഇത് അവഗണിക്കുന്ന ഒരു മട്ടാണ്, അല്ലെങ്കിൽ ഇതിൽ കയറി പിടിക്കേണ്ട, തരൂരിന്റെ പാട് പോകട്ടെ എന്ന നിലപാടാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമാകാൻ വേണ്ടി, ബാലൻസിങ്ങിന് വേണ്ടി, പക്ഷേ ഈ ബാലൻസിംഗ് ആക്ട് കൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ശശിധരൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ മാറ്റമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യമില്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഉണ്ടാക്കിയ വിവാദം വികസനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളുമായി ചേർന്ന് പോകുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നത്തെ വിഷയം അങ്ങനെയല്ല. സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ, കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഏറ്റവും വൈകാരികമായ വിഷയമാണ്. ഇതിൽ ശരത്തിൻ്റെയും കൃപേഷ് ലാലിൻ്റെയും ഒക്കെ മരണത്തിൽ അതുമായി ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ട പ്രതികൾക്ക് അതിൽ ചിലർക്ക് പെട്ടെന്ന് 1.5 മാസത്തിനുള്ളിൽ പരോൾ അനുവദിക്കാൻ പോകുന്നു എന്ന വാർത്ത ഇന്ന് രാവിലെ വന്നതാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് രാഷ്ട്രീയമായി നടക്കുന്നു. അപ്പുറത്ത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വിടുതൽ നേടിയ പാർട്ടി നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ CPM പ്രവർത്തകർ ആ നാട്ടിലുടനീളം അവർക്ക് നൽകിയ സ്വീകരണം, അത് ആ അച്ഛനും അമ്മയും, 2 പേരുടെയും അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ചത് വളരെ വൈകാരികമായൊരു വിഷയമാണ്. ആ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയത് പാർട്ടിയാണ്. അപ്പോൾ അത്രയ്ക്കും വൈകാരികമായ വിഷയം, ആ വിഷയത്തിൽ പെട്ടെന്ന് CPM എന്ന പാർട്ടിയുടെ പേരൊഴിവാക്കി പോസ്റ്റ് മാറ്റുന്നതിലൂടെ എന്താണ് തരൂർ നൽകുന്ന മെസ്സേജ്? സ്മൃതി, Tharoor is playing to the galleries, not just the Congress galleries, but the entire Malayali galleries. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ഇഷ്ടാനിഷ്ടമനുസരിച്ച് സുഖിപ്പിക്കുന്ന രീതിയിലോ അല്ല, മറിച്ച് താൻ ഇടം കേരള സമൂഹത്തിലുണ്ട്. കേവലം ഒരു പാർട്ടിയുടെ വിപ്പ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു യന്ത്രമല്ല താൻ ഒരുപക്ഷെ മുന്നണി സംവിധാനത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്ന ലെവലിനേക്കാൾ കൂടുതൽ വളർന്നിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. പ്രത്യേകിച്ചും ഹൈക്കമാൻഡ് വലിയ പരിഗണനയൊന്നും തരൂരിന് കൊടുത്തു കാണുന്നില്ല. തരൂരിനോട് കൂടി ആലോചിച്ചല്ല കോൺഗ്രസിന്റെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് എന്നത് വിസ്മരിക്കുന്നില്ല. കേരളത്തിലാണെങ്കിൽ ഒരു രീതിയിലും തരൂരിനെ ഏഴയലത്തടുപ്പിക്കുന്നില്ല കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ. അങ്ങനെയെങ്കിൽ തനിക്ക് തൻ്റെതായ ഒരു ഇടം പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ, തൻ്റെതായ ഒരു ഇടം, വ്യത്യസ്തതയുള്ള ഒരു ഇടം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി
തരൂറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഫീലറാണ്. അദ്ദേഹത്തെ നയതന്ത്രമൊന്നും ആരും പഠിപ്പിക്കേണ്ടതില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ പദം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഗ്ലോബൽ രാഷ്ട്രീയത്തെ ഉൾപ്പെടെ അടുത്തു നിന്ന് കാണുന്ന തരൂരിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ആ തഴമ്പ് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ ഡോക്ടർ മോഹൻ വർഗീസ്? ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്, അതിന്മേൽ കൃത്യമായി പ്രതികരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ തരൂർ പ്രതികരിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഒരു പ്രതിപക്ഷ സ്വരമായി ഏതൊക്കെ ഘട്ടങ്ങളിൽ തരൂരിന്റെ ശബ്ദം ഉയർന്നിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് അദ്ദേഹം ഒരു പ്രതികരണവുമായി വരുന്നത് CPM-ന് പിന്തുണ നൽകിക്കൊണ്ടാണ്. ഇന്നിപ്പോൾ ആ പോസ്റ്റ് ഇടുമ്പോൾ CPM എന്ന പാർട്ടിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് ആ പോസ്റ്റ് മാറ്റാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം? ഇപ്പോൾ തുടർച്ചയായി CPM-ന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തരൂർ എങ്ങോട്ടാണ് പോകുന്നത്? തൻ്റെ സ്വരം സ്മൃതി പ്രതിപക്ഷ സ്വരമല്ല, ഭരണപക്ഷ സ്വരമല്ല, ഇന്ത്യയുടെ സ്വരമാണ് എന്ന് ആദ്യ പ്രസ്താവനയിലൂടെയും കേരളത്തിൻ്റെ സ്വരമാണെന്ന് രണ്ടാമത്തെ ഈ പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിലൂടെയും തെളിയിക്കാൻ തരൂർ ശ്രമിക്കുകയാണ്. അത് തെളിയാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണോ മാനസികാവസ്ഥയാണോ കേരളത്തിലുള്ളത് എന്നത് രണ്ടാമത്തെ കാര്യം. ഒന്നുകിൽ തരൂർ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഒരു നഭോമണ്ഡലത്തെ വേണ്ട രീതിയിൽ അപഗ്രഥിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ്. എനിക്ക് തോന്നുന്നത് മറിച്ചാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഫീലർ എന്ന നിലയിലാണ്. ബ്ലോ ഇറ്റ് ഹോട്ട് ആൻഡ് ബ്ലോ ഇറ്റ് കോൾഡ് എന്ന ഒരു തരം നയതന്ത്രമുണ്ട്. അതായത് അടിച്ചു പഠിപ്പിക്കുക, എന്നിട്ട് തണുപ്പിക്കുക, വീണ്ടും അടിച്ചു പഠിപ്പിക്കുക. ഇത് മാറി 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 പരീക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് തരൂർ മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ഇനിയൊരു രാഷ്ട്രീയ അംഗം തരൂറിൻ്റെ നിഘണ്ടുവിലില്ല. അതുകൊണ്ട് ഈ ഒരവസരം തൻ്റെ പാർലമെൻറ്റിലെ 4ാം ഊഴം 16 വർഷമായിട്ട് താൻ രാഷ്ട്രീയത്തിലാണ്. അപ്പോൾ ആ 16ാമത്തെ വർഷം അദ്ദേഹം ആഘോഷമാക്കുന്ന ഒരു തുടക്കമാണ്. ഇതിനിടയിൽ നിന്നും അനന്തമായ സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരും. വിവിധ കക്ഷികൾക്ക് സ്വീകാര്യനായി വരും. BJPക്ക് പൂർണ്ണമായി അനഭിമതനാവില്ല, ഇടത് പ്രസ്ഥാനങ്ങൾക്ക് അനഭിമതനാവില്ല, മറ്റ് പ്രാദേശിക കക്ഷികൾക്ക്, ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റ് കക്ഷികൾക്ക് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തെക്കാൾ ഇപ്പോഴത്തെ AICC നേതൃത്വത്തെക്കാൾ സ്വീകാര്യനാവും എന്ന പ്രതീക്ഷയാകാം ഒരു വശത്തെ. മറുവശത്ത് തൻ്റെതായ ഒരു ഇടം അമരത്വത്തിലൂടെ നേടിയെടുക്കാൻ ഒരു ശരാശരി കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ എന്നതിൽ നിന്നും ശരാശരി കേരള പൊളിറ്റീഷ്യൻ, ഇന്ത്യൻ പൊളിറ്റീഷ്യൻ എന്നതിൽ നിന്നും വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് തൻ്റെ പ്രഭാവം വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രയോഗമായി വേണമെങ്കിൽ ഇതിനെ കാണാം. അങ്ങനെയൊക്കെ ദീർഘദൃഷ്ടിയോടെ കണ്ടുകൊണ്ടാണോ അദ്ദേഹം ഈ കാര്യം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്?